17 മസാല കമ്പനി കാക്കനാട് GCMS ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് മുളക് പൊടിൻ്റെ അകത്ത് 11 തരം കീടനാശിനിയാണ് മാക്സിമം ലിമിറ്റിൽ കൂടുതൽ കണ്ടത്. അത് പ്രകാരം ഹൈക്കോടതി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ഒന്ന് പാസ്സാക്കിയായിരുന്നു. ഈ 17 കമ്പനീൻ്റെ മുതലാളിമാരെ 6 മാസം മുതൽ 7 വർഷം വരെ ജയിലിലിടാനും 10 ലക്ഷം പിഴയും പരസ്യം നിർത്താനും പ്രൊഡക്ഷൻ നിർത്താനും. ഇത് 2006 ആക്റ്റാണ്. ഇപ്പോൾ പുതിയ ആക്ട് വരുന്നുണ്ട്, അത് വേറെ സംഗതി. അപ്പോൾ എന്ത് ചെയ്ത് ഇത് നടപ്പാക്കാത്തതുകൊണ്ടോ ഞാൻ എന്ത് ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എനിക്ക് ഫേവറബിളായിട്ട് വിധി വന്ന്, എന്നിട്ടും ഇവർ നടപ്പാക്കാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് ഇവരുടെ അടുത്ത് അപ്പീൽ കൊടുത്ത്. അപ്പീലിൻ്റെ അകത്ത് ഇപ്പം അവർ വിവരാവകാശ കമ്മീഷണർക്ക് വരെ പോയിട്ട് ഒന്നും നടപടി ഇറക്കാത്തതുകൊണ്ടാണ് അപ്പീലിന് പോയത്. അപ്പീലിന് പോയപ്പോൾ ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ് അത് പ്രകാരം ആക്ഷൻ എടുക്കാമെന്ന്. കാരണം എന്താ, 2 ആഴ്ച മുമ്പേ ഞാൻ ഇത് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ SIT ന്യൂഡൽഹിക്ക് വിജിലൻസ് കമ്മീഷണർ കേരള സ്റ്റേറ്റിന് കൊടുത്ത്, പിന്നെ DGP കേരള പോലീസ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നമ്മുടെ കൊച്ചി ബ്രാഞ്ച്, പിന്നെ CBI തിരുവനന്തപുരം ബ്രാഞ്ചിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ചെറിയ പഴി തട്ടി. അത് പ്രകാരം ഇപ്പോൾ ആക്ഷൻ എടുക്കാമെന്നാണ് ആരോഗ്യമന്ത്രി ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് എടുക്കാനായിട്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ നിങ്ങൾക്കറിയുന്ന പോലെ ഇപ്പോൾ ഈ കിച്ചൺ ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി തന്നെ എടുത്താൽ മതി. അവരുടെ പേരൻറ്റ് കമ്പനിയിൽ ഞാൻ സ്ഥിരമായിട്ട് കറുവേൻ്റെ ഇലയിട്ട് തേയില സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എൻ്റെ വണ്ടി തടഞ്ഞു വെച്ച് പോക്കോയിൽ ഇതിൻ്റെ അകത്ത് കാർബൺ ഡയോക്സൈഡ് ഇട്ട് സാഹചര്യം പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർ തടഞ്ഞു വെച്ചിട്ടാണ് ഉള്ളി വിടുന്നത്. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊരു കമ്പനിക്ക് 20,000 ഏക്കർ സ്വന്തമായിട്ട് ഓർഗാനിക് മുളക് കൃഷിയുണ്ട്. അതിൻ്റെ അകത്ത് ആ സത്തെടുത്തിട്ട് ഇവർ 82 കമ്പനിക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തന്ന മുളക് പൊടിയുടെ അകത്ത്, മഞ്ജുവാരുടെ പരസ്യം നിർത്തിയ മുളക് പൊടിയുടെ അകത്ത് 11 തരം കീടനാശിനി എബോവ് മാക്സിമം ലിമിറ്റാണ്. 11 തരം കീടനാശിനി ഇതിൻ്റെ അകത്ത് 3-4 ടൈപ്പ് എബോവ് മാക്സിമം ലിമിറ്റാണ്. ഇതുവരെ അതിനെതിരെ ആക്ഷൻ എടുത്തില്ല. ഞാൻ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മഞ്ജുവാർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ. പുള്ളി അന്ന് മടി പറഞ്ഞു, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഫാനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം പുള്ളിയുടെ കാര്യമാണ് അത്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥിതിയാണ് അതുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം വന്നിരിക്കുന്നത് നമ്മളെ റിലയൻസിനെതിരെ കേസ് കൊടുത്തതാണ്. അത് കൊടുത്തത് 2015 അപ്പോൾ കൊടുത്ത വക്കീൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഫുഡിൻ്റെ കേസായതുകൊണ്ട് എന്തായാലും 6 മാസം കൊണ്ട് വിധി വരുന്നുണ്ട്. ആ വക്കീൽ ബേസിൽ അട്ടപ്പെട്ടി മരിച്ചിട്ടിപ്പോൾ 5 വർഷമായി. ഈ കഴിഞ്ഞ 1 വർഷം മുമ്പേ അതിനെ വിധി വന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മുകേഷ് അംബാനിനെ 6 മാസം മുതൽ 7 വർഷം വരെ ജയിലിടാൻ, 2750 സൂപ്പർ മാർക്കറ്റ് കൂട്ടാനും, പ്രൊഡക്ഷൻ നിർത്താനും, പിന്നെ അതേപോലെ തന്നെ ഇവരുടെ 10 ലക്ഷം പിഴയിടാനായിട്ടും. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറാണ്. ആരോഗ്യമന്ത്രി വളരെ ആക്റ്റീവായിട്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എറണാകുളത്തെ ഈ വിധി വരുന്നതിന് 2 മാസം മുമ്പേ പിടിച്ച് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. ആ പോസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നറിയില്ല, 6 മാസം മുതൽ 1 വർഷം വരെ വേക്കൻ്റായിട്ട് വെച്ച്. അതിൻ്റെ ഇടയിൽ ഞാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് എനിക്ക് 15,000 രൂപ മതി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ചില്ല, സുപ്രീം കോടതി ഒരു കാര്യമില്ലാതെ ആ കേസ് റിജക്റ്റ് ചെയ്ത്. അപ്പോൾ 7 വർഷം ഇവിടെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവർ തന്നെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത്. നമുക്ക് അതിൻ്റെ പേര് ഞാൻ ഉപയോഗിക്കുന്നില്ല, റിലയൻസ് പോലെയുള്ള കമ്പനിക്ക് നാണക്കെട്ടുണ്ടാക്കണ വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്ത് പറ്റി, കഴിഞ്ഞ 21-ാം തീയതി ഞാനിവിടെ കംപ്ലയിൻറ്റ് കൊടുത്ത് കേസ് കൊടുത്ത് രണ്ടാമത് ഇത് ഇംപ്ലിമെൻറ്റ് സുപ്രീം കോടതി വിധിക്കെതിരെ നല്ല രീതിക്ക് ഇപ്പോൾ ഉള്ള ചീഫ് ജസ്റ്റിസ് നമുക്ക് ഫേവറബിളായിട്ട് വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. അവർ 2006 ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എത്ര വലിയ ബോഡീഷനാണെങ്കിലും ഈ വേണ്ട നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിലയൻസിനെ എനിക്ക് ഇഷ്ടമില്ലാതൊന്നുമില്ല, കാരണം അവർ ഇന്ത്യയിലെ ഏറ്റവും സുന്ദരിനെ ഹണി ട്രാപ്പിന് എന്നെ വിട്ടായിരുന്നു ഒരു 7 വർഷം മുമ്പേ. പ്രീതി മെഹ്ത എന്നൊക്കെ പേര് പറഞ്ഞു, അതൊക്കെ നുണയാണ്. പക്ഷേ ആ കൊടകത്തിൽ പെണ്ണെ ഞാൻ സമ്മതിക്കേണ്ടി വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ മാസം ഞാൻ അതിനെ കണ്ട് ഗോണിക്കപ്പൽ വെച്ച് ഒരു ചെറുപ്പക്കാരി ചക്കരെ വളച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ജോലിയിൽ ആത്മാർത്ഥത ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് അപ്പോൾ ഹണി ട്രാപ്പിന് ഒരു മത്സരം ഇന്ത്യയിൽ വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതൊന്നും ഇത് കൂടുതൽ സഫാരി പാർക്ക് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം വന്ന് 300 കോടിയിലായിരുന്നു. അതിപ്പം എനിക്കൊന്ന് 2-3 കോടിയായിട്ട് നമ്മൾ പത്രസമ്മേളനത്തിൻ്റെ വക റിലീസ് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ PP ദിവ്യൻ്റെ ഗുണ്ടകളൊക്കെ വന്ന് തടഞ്ഞു വെച്ച് വലിയ പ്രശ്നമാക്കിയായിരുന്നു. തലപ്പുറം ഞാൻ മന്നക്കി വെച്ച്. ഏതായാലും അത് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വിടുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം, അന്ന് ഞാൻ ഉന്നയിക്കാത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് 7 വർഷം മുമ്പേ ആലക്കോട് തമ്പുരാന് പിടിച്ചെടുത്ത സ്ഥലം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഹൈക്കോടതി ഓർഡറുണ്ട്.
ആ ഓർഡറിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് പേജിൽ വെച്ചിട്ടുണ്ട്. അത് നോക്കി അയാളെ വിളിച്ചു വെച്ച് സത്യമാണെന്ന് വെരിഫൈ ചെയ്യാം. ഒന്ന്. രണ്ടാമത് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതേപോലത്തെ ഒരു സഫാരി പാർക്ക് സൗത്ത് ഇന്ത്യയിലുള്ളത് നമ്മുടെ മംഗലാപുരത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ട് ഒരു 250 ഇതേപോലെ 250 ഏക്കറിലുണ്ട്. ഞാൻ ആ 250 കുറച്ച് ഭാഗം നടന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഈച്ചയില്ല, പൂച്ചയില്ല, ഒന്നുമില്ല. പക്ഷേ സത്യാവസ്ഥ അങ്ങനെയല്ല. അതിൻ്റെ അകത്ത് 1200 മൃഗങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ 2024 നമ്മളെ ലോകായുക്ത് വളരെ സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് കർണാടകയിൽ അറിയാമെന്ന് അറിയത്തില്ല, അവർ റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടത് തരാം 1200 മൃഗങ്ങൾക്കും 5 ദിവസമായിട്ട് ഭക്ഷണം വരെ അവർ കൊടുത്തിട്ടില്ല. നേരത്തെ കൊടുത്ത ഭക്ഷണത്തിനകത്ത് ഈ പോയ്സൺ കൊടുത്തിട്ട് കൊല്ലാൻ നോക്കിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കേജിലിട്ട മൃഗങ്ങളെ തുരുമ്പെടുത്ത കൂടുകൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് മാറ്റിയിട്ടില്ല. ഇത്രയും മൃഗങ്ങളോട് ദ്രോഹം ചെയ്യാനായിട്ടാണ് അതേപോലെ തന്നെ ഇവിടെ കേരളത്തിൽ നമ്മുടെ നാടുകാണി ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ മനുഷ്യനോട് മാത്രം ഇവർക്ക് ദ്രോഹം ചെയ്താൽ പോരെ, മൃഗങ്ങളോട് ഇവർക്ക് അതേ ദ്രോഹം ചെയ്യണോ? എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണം മനുഷ്യനോട്? എന്നാൽ എല്ലാവരും കൊല്ലുന്നില്ല ഇതിൻ്റെ പേര്. നിങ്ങളത് നേരിട്ട് പോയിട്ട് കാണണം. ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ല. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ബഡ്ജറ്റിൽ ഇന്നലെ 2 കോടി അതിനുവേണ്ടി സാങ്ഷൻ. ഈ മൃഗങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ മനുഷ്യനെ കൊല്ലുന്നവർ തന്നെ ലാസ്റ്റ് ഉള്ള കറുവത്തോട്ടം നശിപ്പിച്ചിട്ട് ഈ അവിടെ കൊണ്ട് മൃഗങ്ങളെയും കൊല്ലാനായിട്ടാണ് അവരുടെ ഉദ്ദേശമൊക്കെ. ഇവരൊക്കെ മനുഷ്യരാണ്. ഇതിലും വേറെ എല്ലാവരും കൊന്നിട്ട് ഇവർ കുറച്ച് പൊളിറ്റീഷ്യൻസ് മാത്രം ജീവിച്ചാൽ പോരെ ഇവിടെ. എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ ചെറിയ ബുദ്ധിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവരിതൊക്കെ നേരിട്ട് പോയിട്ട് കാണണം. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കണ്ട, നിങ്ങൾ പോയി നേരിട്ട് കണ്ട്. നീ എന്താ സംശയം ഉണ്ടാ ചോദിച്ചോ. ലോകത്തെ 2ാമത്തെ ഏറ്റവും കറുവക്കട്ട കൃഷിയുള്ളത് ആകെ നാടുകാണിയിലേ ഉള്ളൂ. 1 കിലോ എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ 1000 രൂപ ചിലവാണ്. 600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിലോ കറുവപ്പട്ട അവിടെ കിട്ടും. അവർക്ക് എങ്ങനെയാണ്